നമ്മൾ ലാസ്റ്റ് നിർത്തിയ റീമിംഗ് വർക്ക് അതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ എന്ത് ചെയ്യണം, ഡിഫക്റ്റും കാര്യങ്ങളും അതുവരെ നിർത്തിയത്. അപ്പൊ ഇനി അടുത്ത നമ്മൾ പഠിക്കുന്ന ലെറ്റർ ആണ് നമ്പർ ഡ്രിൽ. അതായത് ലെറ്റർ ഡ്രിൽ സീരീസ് നമ്പർ ഡ്രിൽ സീരീസ് എന്താ ഉദ്ദേശിക്കുന്നത്? അതായത് ഒരു പർട്ടിക്കുലർ ലെറ്റർ നമ്മൾ റെപ്രസെന്റ് ചെയ്യുകയാണെങ്കിൽ ആ ലെറ്ററിന് കറസ്പോണ്ടിങ് ആയിട്ട് ആ ഒരു ഇതിന്റെ റെപ്രസെന്റേഷനിൽ എത്ര ആയിരിക്കും ആ ഡ്രില്ലിന്റെ ഡയമീറ്റർ എന്ന് പറയുന്നതായിരിക്കും ലെറ്റർ ഡ്രിൽ സീരീസ് പറയുന്നത്. അതേപോലെ ഒരു നമ്പർ ആണ് പറയുന്നതെങ്കിൽ ആ നമ്പറിന് കറസ്പോണ്ടിങ് ആയിട്ട് എത്ര ഡയമീറ്റർ ആണ് ആ ഒരു നമ്പറിൽ, അല്ലെങ്കിൽ ആ നമ്പർ റെപ്രസെന്റ് ചെയ്തത് എത്ര ഡയമീറ്ററിലുള്ള ഒരു ഡ്രില്ലാണ് നമ്മളിൽ ഇരിക്കുന്നത് എന്നുള്ള രീതിയിലായിരിക്കും റെപ്രസെന്റ് ചെയ്യുന്നത്. അപ്പൊ ഇവിടെ ലെറ്റർ ഡ്രിൽ സീരീസ് സ്റ്റാർട്ട് ചെയ്യുന്നത് എ ആണെങ്കിൽ എവിടം വരെ എൻഡ് ചെയ്യുന്നുണ്ട്, ഇസഡ് വരെ എൻഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇതിലെല്ലാം ഒന്നും നമുക്ക് പഠിക്കാൻ വേണ്ടി പറ്റത്തില്ല. അപ്പൊ എയും ഇസഡും മാത്രം പഠിച്ചു വെക്കണം. എക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള നമ്മുടെ ആ ഒരു ഡ്രില്ലിന്റെ ഡയമീറ്റർ എന്ന് പറഞ്ഞാൽ എത്ര ആയിരിക്കും? 5.944. അതങ്ങനെ പഠിക്കുക. ഇസഡിന് കറസ്പോണ്ടിങ് ആയിട്ട് നമ്മുടെ ആ ഒരു ഡയമീറ്റർ എന്ന് പറഞ്ഞ സാധനം 10.490. അത് രണ്ടും പഠിക്കാലോ. എക്കും ഇസഡിനും മാത്രം എ മുതൽ ഇസഡ് വരെ ആയിരിക്കും പറയുന്നത്. അതുപോലെ തന്നെ നമുക്ക് എ മുതൽ ഇസഡ് വരെ പറഞ്ഞായിരിക്കും ലെറ്റർ ഡ്രിൽ സീരീസ്. ഓക്കെ, എക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഇത് 5.944, ഇസഡിന് കറസ്പോണ്ടിങ് ആയിട്ട് പറയുന്നത് 10.490 ആയിരിക്കും ആ ഒരു ഡയമീറ്റർ കറക്റ്റ് ആയിട്ട് പറയുന്നത്. ഓക്കെ അല്ലേ? ലെറ്റർ ഡ്രിൽ സീരീസ്. ഇനി ഇതേപോലെ തന്നെ നമ്പർ ഡ്രിൽ സീരീസ് ആണ് പറയുന്നതെങ്കിൽ 1 മുതൽ 80 വരെ ആയിരിക്കും നമ്പറുകൾ റെപ്രസെന്റ് ചെയ്യുന്നത്. നമ്പർ 1 മുതൽ നമ്പർ 80 വരെ ആയിരിക്കും നമുക്ക് ആ ഒരു നമ്പർ ഡ്രിൽ സീരീസിൽ നമുക്ക് ആ നമ്പറിനെ റെപ്രസെന്റ് ചെയ്യുന്നത്. അപ്പോൾ ഒന്നിന് കറസ്പോണ്ടിങ് ആയിട്ട് നമ്മൾ എപ്പോഴും പറയുന്നത് 5.791 ആയിരിക്കും. അതേസമയം 80ന് കറസ്പോണ്ടിങ് ആയിട്ട് ഏറ്റവും ചെറിയ വാല്യൂ ആയിരിക്കും വരുന്നത് അല്ലെ. ഏറ്റവും ചെറിയ വാല്യൂ എന്ന് അറിയപ്പെടുന്നത് 0.35 എന്നുള്ള രീതിയിലായിരിക്കും വരുന്നത്. 0.35 mm. ഇതിന്റെ അതേ സാധനത്തിന് തന്നെ കറസ്പോണ്ടിങ് ആയിട്ട് ഇഞ്ചിന്റെ വാല്യൂ എന്നുള്ള രീതിയിൽ കൊടുത്തിട്ടുണ്ട്. അത് നമുക്ക് നെ ഇഞ്ചിലോട്ട് കൺവേർട്ട് ചെയ്യുന്നത് എന്ത് വെച്ചിട്ടാണ് മൾട്ടിപ്ലൈ ചെയ്യുന്നത് നമുക്ക് ഓൾറെഡി അറിയാം അല്ലെ. ഒരു ഇഞ്ച് എന്ന് പറഞ്ഞ സാധനം എത്ര ആണെന്ന് അറിയാം. അതുപോലെ ഒരു എന്ന് പറഞ്ഞാൽ എത്ര ഇഞ്ച് ആണെന്ന് വെച്ചിട്ട് അതിന്റെ കൺവേർഷന് വേണ്ടിയിട്ടുള്ള ഒരു സാധനത്തിനെ നമ്മൾ എന്ത് ചെയ്യുക, ഡിവൈഡ് ചെയ്യുക. അപ്പൊ അങ്ങനെ ഡിവിഷൻ വെച്ചിട്ട് നമുക്ക് കറസ്പോണ്ടിങ് ഇഞ്ച് കിട്ടും. ഏതെങ്കിലും ഒരു വാല്യൂ പഠിച്ചു വെച്ചാൽ മാത്രം മതി. അത് നമുക്ക് ഇഞ്ചിന്റെ വാല്യൂ നമുക്ക് സുഖമായിട്ട് കിട്ടുകയും ചെയ്യും. ക്ലിയർ അല്ലേ? അപ്പം 1 മുതൽ 80 വരെ ആയിരിക്കും നമ്മുടെ നമ്പർ ഡ്രിൽ സീരീസ്. അതുപോലെ എ മുതൽ ഇസഡ് വരെ ആയിരിക്കും നമ്മുടെ ലെറ്റർ ഡ്രിൽ സീരീസ്. അപ്പൊ എക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂ പഠിച്ചു വെച്ചിരിക്കുക, ഇസഡിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂ പഠിച്ചു വെച്ചിരിക്കുക, 1ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂ പഠിച്ചു വെച്ചിരിക്കുക, 80ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂ പഠിച്ചു വെച്ചിരിക്കുക. നമ്മൾ മറ്റേനാണെങ്കിൽ നമ്മൾ അതിന്റെ ഇടയ്ക്കുള്ള വാല്യൂസ് ഒക്കെ പഠിച്ചുകൊണ്ടിരുന്നു. ഇപ്പൊ ഈ ഒരു ഇതിന് അല്ലെങ്കിൽ ഇന്റർവ്യൂവിന് നമുക്ക് അങ്ങനെ പഠിക്കേണ്ട ആവശ്യമില്ല. ആദ്യത്തെ അവസാനത്തെ മാത്രം മനസ്സിലാക്കുക. ഇതിന്റെ ഇടയ്ക്കാണ് വരുന്നത്. ബാക്കി നമ്മളതിൽ ഒരു ചാർട്ട് കാണും. ആ ചാർട്ടിന്റെ ബേസിസിലായിരിക്കും നമ്മൾ ഇതാക്കുന്നത്. ഇനി നമുക്ക് ലെറ്റർ ഡ്രിൽ സീരീസ് നമ്പർ ഡ്രിൽ സീരീസ് എങ്ങനെ ഇതാക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ഗേജ് ഉണ്ട് അല്ലെ. ഒരു ഗേജ് എന്ന് പറഞ്ഞ സാധനമുണ്ട്. ഡ്രില്ലിന്റെ ഗേജ് കാണും. ആ ഡ്രില്ലിന്റെ ഗേജിൽ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളിൽ ഇരിക്കുന്ന ആ ഒരു ഡ്രില്ലിന്റെ ബിറ്റ് ഉണ്ടല്ലോ, ആ ബിറ്റ് ഉപയോഗിച്ചിട്ട് ഇതിനകത്തൂടെ കയറ്റി വിടുമ്പോഴത്തേക്കും ഇതിനകത്താണ് പ്രോപ്പർ ആയിട്ട് കയറുന്നതെന്ന് നമുക്ക് കാണുകയാണെങ്കിൽ അല്ലെ, നമുക്ക് ആ ഒരു പ്രോപ്പർ ആയിട്ടുള്ള ഒരു ഫിറ്റ് കിട്ടുന്ന ഏതാണെന്ന് നോക്കുമ്പോഴത്തേക്കും നമുക്ക് കറസ്പോണ്ടിങ് ആയിട്ട് ഏത് ലെറ്റർ ആണ് അല്ലെങ്കിൽ ഏത് നമ്പർ ആണെന്ന് കറക്റ്റ് ആയിട്ട് അറിയാൻ വേണ്ടി പറ്റും. ക്ലിയർ അല്ലേ? ഞാൻ പറഞ്ഞ മനസ്സിലായില്ലേ? ഡ്രിൽ ഉണ്ടെങ്കിൽ ആ ഡ്രിൽ കറസ്പോണ്ടിങ് ഇപ്പൊ എക്ക് കറസ്പോണ്ടിങ് ആയിട്ടാണ് ഇതാക്കുന്നതെങ്കിൽ അതിനകത്ത് പ്രോപ്പർ, അതായത് ഗേജ് എന്ന് പറഞ്ഞാൽ ആക്ച്വലി അങ്ങനെയല്ലേ ചെയ്യത്തുള്ളൂ. ഗേജിന്റെ വർക്കിംഗ് എന്ന് ഉദ്ദേശിക്കുന്നത് അങ്ങനെയല്ലേ. അപ്പൊ അതിൽ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. ഇപ്പൊ നോക്കി എ മുതൽ ഇസഡ് വരെയുള്ള എല്ലാം ഇവിടെ എഴുതിയിട്ടുണ്ട്. അപ്പൊ അതിന് കറസ്പോണ്ടിങ് ആയിട്ടായിരിക്കും നമുക്ക് ആ ഒരു ഡ്രിൽ ഗേജ് എന്നുള്ള രീതിയിൽ കാണിക്കുന്നത്. അതിൽ വെച്ച് മനസ്സിലാക്കാൻ വേണ്ടി. കറക്റ്റ്. ഇല്ലെങ്കിൽ നമുക്ക് ചിലപ്പോഴും ചില ഇതിനകത്തൊക്കെ ആണെങ്കിൽ നമുക്ക് ആ ഡ്രിൽ ബിറ്റിനകത്ത് തന്നെ എഴുതിയിരിക്കുന്നുണ്ട് എ എന്ന് പറഞ്ഞ ഡ്രിൽ ബിറ്റ് ആയിരിക്കും, അല്ലെങ്കിൽ ബി എന്ന് പറഞ്ഞ ഡ്രിൽ ബിറ്റ് ആയിരിക്കും ഇരിക്കുന്നത് എന്നുള്ള രീതിയിൽ എഴുതിയിരിക്കും. അതുപോലെ തന്നെ അതിന്റെ റെപ്രസെന്റേഷൻ രീതിയിൽ നമ്പറിൽ ചിലപ്പോൾ വേണമെങ്കിൽ എന്ത് ചെയ്യാം, 1 മുതൽ 80 വരെയുള്ള ഏതെങ്കിലും ഒരു നമ്പർ ആയിരിക്കും റെപ്രസെന്റ് ചെയ്തിട്ട്. അപ്പൊ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും ഈ ഡ്രില്ലിന്റെ ഡയമീറ്റർ ഇതാണെന്നുള്ള സാധനം. ഓക്കെ അല്ലേ? ഇത് ലെറ്റർ ഡ്രിൽ സീരീസ് നമ്പർ ഡ്രിൽ സീരീസ് ഇമ്പോർട്ടന്റ് ആണ്, അറിഞ്ഞിരിക്കണം. എങ്ങനെയായിരിക്കും ഇതിന്റെ റെപ്രസെന്റേഷൻ വരിക എന്നുള്ള സാധനം അറിഞ്ഞിരിക്കണം. എങ്ങനെയാണ് ഇതിന്റെ എന്താ ഉദ്ദേശിക്കുന്നതെന്ന് അറിഞ്ഞിരിക്കണം. അതുപോലെ ആ 4 വാല്യൂസും എക്കും ഇസഡിനും 1നും 80നും കറസ്പോണ്ടിങ് ആയിട്ടുള്ള ആ കറക്റ്റ് വാല്യൂസും കൂടെ നോക്കി വെച്ചേക്കും. ഇനി അടുത്ത പറഞ്ഞ സാധനം കോർ ഡ്രിൽ എന്നാണ്. കോർ ഡ്രിൽ. അപ്പൊ കോർ ഡ്രിൽ എന്ന് പറഞ്ഞ സാധനം നമുക്ക് പണ്ട് കാലം മുതൽ നമ്മൾ ഇതിൽ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ടൈപ്പ് ഓഫ് ഡ്രില്ലാണ് ഇപ്പോഴും നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന സംഗതിയായിരിക്കും. അതായത് നമുക്ക് ആ ഒരു ഇപ്പൊ കാസ്റ്റിങ്ങോ അങ്ങനെ എന്തെങ്കിലും ഒരു സംഭവങ്ങൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ നമുക്കൊരു കോർ പാർട്ട് ഉണ്ടെന്നല്ലേ, അല്ലെങ്കിൽ ഒരു സെന്ററിലെ ഒരു പാർട്ടിനെ നമ്മൾ കോർ പാർട്ട് എന്ന് പറയും. അപ്പം ഈ ചുറ്റുമുള്ള ആ ഒരു പാർട്ടിനെ നമുക്ക് ഡ്രിൽ ചെയ്തേണ്ട ആവശ്യമില്ല, അല്ലെങ്കിൽ ആ ഒരു സെന്ററിന്റെ പർട്ടിക്കുലർ പോർഷനെ മാത്രം ഡ്രിൽ ചെയ്യണമെന്നുള്ളൊരു പർട്ടിക്കുലർ കണ്ടീഷൻ വരികയാണെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന ടൈപ്പ് ഓഫ് ഡ്രിൽ ആയിരിക്കും കോർ ഡ്രിൽ. ഇത് ഏറ്റവും കൂടുതലായിട്ട് നമ്മൾ കോർ ഡ്രിൽ എന്ന് പറഞ്ഞ സംഗതി ഏറ്റവും കൂടുതലായിട്ട് ഉപയോഗിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
ഈ മറ്റേ ഇതുണ്ടല്ലോ ഒരു എന്താണ് ഈ പാതാളം, അതായത് മീൻസ് ഈ എർത്ത് വർക്കൊക്കെ ചെയ്യുന്ന സമയത്ത് അല്ലെ, നമ്മുടെ ആ ഒരു ഇതില് ഗുഹ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്ന സമയത്തൊക്കെ ആയിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്, കൂടുതലും കോർ ഡ്രില്ലുകൾ എന്ന് പറഞ്ഞ ഒരു സെറ്റപ്പുകൾ ഉപയോഗിക്കുന്നത്. കോർ ഡ്രില്ല് എന്ന് പറഞ്ഞ സംഗതി, അല്ലെങ്കിൽ കോൺക്രീറ്റിനെ തുരയ്ക്കുക അങ്ങനെയുള്ള സാധനത്തിന് വേണ്ടിയിട്ടായിരിക്കും കോർ ഡ്രില്ല് എന്ന് പറഞ്ഞ സാധനം ഉപയോഗിക്കുന്നത്. അപ്പം നോക്കാം എന്താണ്. A core drill is specially designed to remove a cylinder of a material much like a hole saw. The material left inside the drill bit is referred as a core. അല്ലെ, നമുക്ക് ആ ഒരു ലെഫ്റ്റ് ചെയ്യിപ്പിക്കുന്ന മിച്ചമുള്ള സാധനത്തിനായിരിക്കും കോർ എന്ന് അറിയപ്പെടുന്നത്. The earliest core drill were those used in ancient Egyptians invented ഒന്നും വേണ്ട. Either where the core needs to be preserved or where the drilling can be done rapidly since much less material need to be removed than with a standard bit. ഓക്കെ, അപ്പം നമ്മൾ സ്റ്റാൻഡേർഡ് ബിറ്റ് ഉപയോഗിച്ചിട്ട് നമുക്ക് ആ ഒരു സെൻട്രൽ പോർഷൻ നമുക്ക് ഡ്രിൽ ചെയ്യുന്നതിനെക്കാട്ടി എളുപ്പമായിരിക്കും ഇത്തരത്തിലുള്ള കോർ ഡ്രിൽ ഉപയോഗിച്ചിട്ട് ഒരു സെൻട്രൽ പോർഷൻ നമുക്ക് ഡ്രിൽ ചെയ്യാൻ വേണ്ടിയിട്ട് വരുന്നത്. The reason that the diamond tipped core drill are commonly used in construction to create a hole for pipe, manhole and other large diameter penetrations in the concrete or stone. Core drill are used frequently in mineral exploration where the coring may be several hundred to several thousand feet in length. അതാണ് ആ ഒരു പർട്ടിക്കുലർ അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ ഗുഹ എന്നൊക്കെ പറഞ്ഞ രീതിയിൽ അതിനെയൊക്കെ നമുക്ക് തുറക്കാൻ വേണ്ടിയിട്ടായിരിക്കും ഈ കോർ ഡ്രിൽ എന്ന് പറഞ്ഞ സെറ്റപ്പ് കൂടുതലായിട്ട് ഉപയോഗിക്കുന്നതെന്ന് പഠിച്ചു വെച്ചിരിക്കുക. അപ്പൊ അങ്ങനെ നമുക്ക് കോർ ഡ്രിൽ വെച്ചിട്ട് അടിച്ചു കിട്ടുന്ന സമയത്ത് ഈ ഒരു പർട്ടിക്കുലർ ഷേപ്പിലായിരിക്കുമല്ലോ നിങ്ങൾക്ക് ആ ഒരു കോർ കിട്ടുന്നത്. ആ കോറിനെ ആയിരിക്കും നിങ്ങൾ എന്ത് ചെയ്യുന്നത്, പഠനത്തിനും കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. ചിലപ്പോൾ ഒരു ഏത് മിനറൽ ആണെന്നുള്ള രീതിയിലൊക്കെ, അല്ലെങ്കിൽ ആ ഒരു പർട്ടിക്കുലർ ഏരിയയിൽ ഏത് മിനറൽ ഏറ്റവും കൂടുതൽ ഉള്ളത് ഏതാണെന്നുള്ള രീതിയിലുള്ള ഒരു പഠനവും കാര്യങ്ങൾക്ക് വേണമെങ്കിൽ അതിന്റെ സെൻട്രൽ പോർഷൻ അതിനായിരിക്കും ആക്ച്വലി കോർ എന്നറിയപ്പെടുന്നത് അല്ലെ. കോറിന് ഒരു മെയിൻ പോർഷൻ അല്ലെങ്കിൽ സെൻട്രൽ പോർഷൻ എന്നുള്ള രീതിയിലായിരിക്കും പറയുന്നത്. അപ്പൊ അതിലേക്ക് വേണ്ടിയിട്ട് മാത്രം പഠിക്കണമെങ്കിൽ നമ്മൾ ഇത്തരത്തിലുള്ള ഒരു ഡ്രിൽ ഉപയോഗിച്ചിട്ടായിരിക്കും ആ ഒരു പർട്ടിക്കുലർ പോർഷനെ മാത്രം തുരക്കുന്നത്. എന്നിട്ട് തുരന്നെടുത്തതിന് ശേഷം നിങ്ങൾക്ക് പുറത്തോട്ട് കിട്ടുന്ന ആ ഒരു ഭാഗത്തിനായിരിക്കും കോർ എന്നറിയപ്പെടുന്നത്. ആ കോറിനെ പഠിക്കുകയും കാര്യങ്ങളൊക്കെ ഈസിലി നമുക്ക് നടക്കുന്നുണ്ടെന്ന് മാത്രം അറിഞ്ഞിരിക്കുക, വേറെ ഒന്നും ആവശ്യമില്ല. അപ്പം ഇത് അടുത്ത സംഭവം എന്ന് അറിയപ്പെടുന്നത് ലാർജ് ഡയമീറ്റർ കോർ, ഒരു 16 ഫീറ്റ് ഉള്ള നമുക്ക് ആ ഒരു മൈനിങ്ങിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാൻ വേണ്ടി പറ്റുന്ന 16 ഫീറ്റ് കോറുകളും കാര്യങ്ങളൊക്കെ ഒറ്റയടിക്ക് നമുക്ക് ഡ്രിൽ അടിച്ച് എടുക്കാൻ വേണ്ടി പറ്റുന്ന ആ ഒരു ടൈപ്പ് ഓഫ് ഡ്രില്ലുകളൊക്കെ ഇന്ന് അവൈലബിൾ ആണെന്നും കൂടെ അറിഞ്ഞിരിക്കുക. വേണ്ട ആവശ്യമില്ല, ചുമ്മാ കേട്ട് വെച്ചിരിക്കുക എന്താണ് കോർ ഡ്രിൽ, എന്താണ് അതിന്റെ ഒരു കൺസെപ്റ്റ് എന്ന് മാത്രം അറിഞ്ഞാൽ മതി. ക്ലിയർ അല്ലേ? ചുമ്മാ കേട്ട് കുഴപ്പമില്ലല്ലോ. കോർ ഡ്രിൽ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഇങ്ങനെയൊക്കെ വേണമെങ്കിൽ ചോദിക്കാം, കോർ ഡ്രിൽ എന്ന് പറഞ്ഞ സാധനം കേട്ടിട്ടുണ്ടോ എന്നുള്ള രീതിയിൽ ചോദിച്ചു കഴിഞ്ഞാൽ, എത്ര ടൈപ്പ് ഓഫ് ഡ്രില്ലിംഗ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കോർ ഡ്രില്ലൊക്കെ കേട്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലുമൊക്കെ തള്ളാൻ വേണ്ടിയിട്ട് അറിഞ്ഞിരിക്കാം കോർ ഡ്രിൽ. ഓക്കെ, അതിന് വേണ്ടിയിട്ട് നമ്മൾ പണ്ട് കാലത്ത് നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ഒന്നിലധികം ഡ്രിൽ ബിറ്റും കാര്യങ്ങളൊക്കെ ഇങ്ങനെ വേണ്ടി വരുമായിരുന്നു. ഇപ്പൊ നമുക്ക് അങ്ങനെ അതിന്റെ ഒന്നും ആവശ്യമില്ല. ഇങ്ങനെ ഒരു കോർ ഡ്രിൽ എന്ന് പറഞ്ഞ ഇതുണ്ടെങ്കിൽ ആ കോർ ഡ്രില്ലിന്റെ ഹെൽപ്പോട് കൂടി നമുക്ക് ഈസിലി നമുക്ക് ഡ്രിൽ ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും. അത്രേ ഉള്ളൂ. ഉം. അതെ. ഉം. ആ. ഉം, ഉം, ഉം. മാറ്റി മാറ്റി ഇടാം. വേണമെങ്കിൽ പറയാൻ പറ്റും. അല്ലാതെ നമ്മൾ സാധാരണ ഒരു ഡ്രില്ലൊക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ പ്രോപ്പർ ആയിട്ടുള്ള ഒരു കോൺസെൻട്രേഷൻ ഇല്ലയോ, അല്ലെങ്കിൽ കൂടുതൽ എഫർട്ട് വേണ്ടി വരും. അതേസമയം നമ്മൾ ഈ കോർ ഡ്രിൽ ഉപയോഗിക്കുമ്പോഴത്തേക്കും അത്രയും എഫേർട്ടും കാര്യങ്ങളും വരത്തില്ല. അതുപോലെ നമുക്ക് ഈസിലി അങ്ങ് ഡ്രിൽ ചെയ്ത് എടുക്കാൻ വേണ്ടി പറ്റുകയും ചെയ്യും. അതാണ് ഉദ്ദേശം കോർ ഡ്രില്ലിന്റെ. ഈ മറ്റേ വലിയ മലയൊക്കെ ഉണ്ടല്ലോ, ആ മലയെ തുറന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഈ എന്താണ് ഒരു ടണലും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് ഇത്തരത്തിലുള്ള ഡ്രില്ല് എന്നുള്ള അല്ലെങ്കിൽ വലിയ ഡ്രില്ലിംഗ് മെഷീനുകളൊക്കെ ഉപയോഗിച്ചിട്ടായിരിക്കും നമ്മൾ അത്തരത്തിലുള്ള സംഗതികൾ ചെയ്യുന്നത്. അതേസമയം കുഞ്ഞു കുഞ്ഞു ഡ്രില്ലിംഗ് മെഷീനുകൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഇതൊന്നും തീരത്തില്ല. അപ്പൊ പകരം എന്ത് ചെയ്യുന്ന ഇതിന്റെ കോർ ഡ്രില്ലിന്റെ തന്നെ വലിയ നമ്മളെ ഒരു കണ്ടെയ്നറിന്റെ ബാക്കിലൊക്കെ നമ്മൾ ഒരു കോർ ഡ്രില്ലിനെ നമ്മൾ സെറ്റപ്പ് ചെയ്തിട്ടായിരിക്കും എന്ത് ചെയ്യുന്നത്, പ്രോപ്പർ ആയിട്ട് ഡ്രില്ല് ചെയ്തിട്ട് പുറത്തോട്ട് കൊണ്ടുവരുന്നത്. അതാണ് ആക്ച്വൽ ആയിട്ടുള്ള ഒരു ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞ സാധനം പറയുന്നത് ഇതാണ്. വലിയ മെഷീന്റെ കേസിൽ പറയുന്ന സമയത്ത് ഇങ്ങനെയാണ്. ഇതിന്റെ ചുറ്റുപാട് എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഒരു കോൺക്രീറ്റ് എന്ന് പറഞ്ഞ സംഗതി അല്ലെങ്കിൽ അതെന്തെങ്കിലും ഒക്കെ ഇട്ടിട്ടായിരിക്കും എന്ത് ചെയ്യുന്നത്, അടയ്ക്കുന്നത്. അല്ലെങ്കിൽ ഇതിന്റെ ആ ഒരു മെറ്റീരിയലിന്റെ വേസ്റ്റേജ് എല്ലാം ഇതിന്റെ ഇതിൽ ഒരു കൺവെയറിന്റെ ഹെൽപ്പോട് കൂടി പുറത്തോട്ട് പോയായിരുന്നു. അന്ന് എനിക്ക് തോന്നുന്നു ഒരു യൂട്യൂബിൽ ഏതോ ഒരു വീഡിയോയുടെ ലിങ്ക് ഒക്കെ അന്ന് ഇട്ട് തന്നിട്ടുണ്ടെന്ന് തോന്നുന്നു, കോർ ഡ്രില്ലിനെ കാണിക്കാൻ വേണ്ടി. നമ്മൾ അന്ന് ക്ലാസ് എടുത്തപ്പോൾ ഒന്നുകൂടെ ഇട്ടുതരാം, ഒന്ന് നോക്കി വെച്ചിരുന്നാൽ പോയി.
പോയി. പോയി. എവിടം വരെ കേട്ട്? ഒന്നും കേട്ടില്ല. കോർ ഡ്രിൽ ഒന്നും പറഞ്ഞ കേട്ടില്ലേ? ഉം. ഉം. ജസ്റ്റ് ഒരു ഹോളായിട്ട് മാത്രം. ഡ്രില്ല് വെച്ചിട്ട് ചെറിയൊരു ഹോളായിട്ട് മാത്രമായിട്ട് കിട്ടുന്നത്. രണ്ട് ഉണ്ട്. അതായത് ആ കോറ് മാത്രമായിട്ട് വേണമെങ്കിൽ നമുക്ക് കിട്ടാൻ വേണ്ടിയുള്ള സെറ്റപ്പ് ഉണ്ട്. കോർ എന്ന് ഉദ്ദേശിക്കുന്ന സാധനം. അതായത് നമുക്ക് ആ പഠനത്തിന് അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ആ ഒരു പർട്ടിക്കുലർ ഏരിയ മാത്രം നമ്മൾ കട്ട് ചെയ്ത് എടുക്കാൻ വേണ്ടിയിട്ടും പറ്റുന്നുണ്ട്. ഇപ്പൊ നമ്മള് നല്ലൊരു ഇതില് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മൾ ഇതിന്റെ ഒരു ഷേപ്പിലോട്ട് ആക്കി വെച്ചതിന് ശേഷം എന്തെങ്കിലും ഒരു പാത്രം വെച്ചിട്ട് നമ്മൾ കട്ട് ചെയ്തെടുക്കത്തില്ലേ? അപ്പൊ നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, കറക്റ്റ് ഒരു സെന്റർ പോർഷനിൽ ആ ആ റൗണ്ട് പോർഷൻ മാത്രം കിട്ടത്തില്ലേ? മാവ് വെച്ച് പരത്തിയിട്ട് ഒരു ഒരു ഇതേപോലത്തെ ഒരു സംഗതി വെച്ചിട്ട് നമ്മളൊന്ന് കട്ട് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ആക്ച്വലി ഈ ടോട്ടലി സെന്റർ പോർഷൻ അങ്ങനെ വെളിയിൽ എടുക്കാൻ വേണ്ടി പറ്റും. അപ്പൊ ഈ സെന്റർ പോർഷൻ നമുക്ക് വേണമെങ്കിൽ എടുത്തിട്ട് എന്ത് ചെയ്യിപ്പിക്കാൻ വേണ്ടി പറ്റും, പഠിക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്യാം. അവിടെ എന്തൊക്കെ മിനറൽ ഉണ്ട്, അല്ലെങ്കിൽ അവിടെ എന്തൊക്കെയാണ് അവിടുത്തെ കണ്ടന്റ് എന്തെന്ന് വേണമെങ്കിൽ പഠിക്കാം. എന്നിട്ട് ഇതിന്റെ രണ്ടാമത്തെ യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇതേപോലെ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു ഗുഹയോ അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു മൈനിങ്ങോ കാര്യങ്ങളോ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഇടമാണെന്ന് വെച്ചോ. അപ്പൊ അതിലേക്ക് വേണ്ടിയിട്ട് ഈ സെന്റർ പോർഷൻ എടുത്ത് നമുക്ക് കളയാം. ഇത് കളഞ്ഞിട്ട് എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിനെ ഫർദറിലായിട്ട് നമുക്ക് ഫ്രണ്ടിലോട്ട് കുഴിച്ച് പോകാൻ വേണ്ടിയിട്ടും പറ്റും. അപ്പൊ അതിന് നമ്മൾ എന്താ ഉപയോഗിക്കുന്നത്, കോർ ഡ്രിൽ. അപ്പൊ സാധാരണ നമുക്ക് ഡ്രില്ല് ഈ ഓരോ ഡ്രില്ലിംഗ് മെഷീനും കൊണ്ടിട്ട് അവിടെ അടിക്കുന്നതിനെക്കാട്ടി എളുപ്പമാണ് ഒരു വലിയൊരു ഡ്രില്ലിംഗ് മെഷീൻ യൂസ് ചെയ്തിട്ട് ഈ സെന്റർ പോർഷൻ മാത്രം എടുത്ത് കളയാൻ വേണ്ടി പറ്റുന്നത്. ഓക്കെ അല്ലേ? ഇത് നമ്മൾ ഞാൻ അന്ന് എനിക്ക് തോന്നുന്നു അന്ന് നമ്മൾ ഡിസ്കസ് ചെയ്ത സമയത്ത് എന്തോ ഒരു മറ്റേ ടണലൊക്കെ ഉണ്ടാക്കുന്ന കേസ് ഒക്കെ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. ഇത് വലിയൊരു എന്താണ് ഒരു കുന്നുണ്ടെങ്കിൽ ആ കുന്നിന്റെ നടുക്കൂടി ഒരു ടണൽ നമുക്ക് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ ഈ കോർ ഡ്രിൽ പോലുള്ള സാധനങ്ങൾ നമ്മുടെ എന്താണ് കോർ ഡ്രിൽ വിത്ത് ഒരു കൺവെയറിന്റെ ഹെൽപ്പോട് കൂടി ഇതിനകത്ത് ഒരു ടണലും കാര്യങ്ങളൊക്കെ നമുക്ക് അടിക്കാൻ വേണ്ടി പറ്റും എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു വീഡിയോ ഒക്കെ അന്ന് കാണിച്ചിട്ടുണ്ടായിരുന്നു തോന്നുന്നു. നമ്മുടെ ഇതില് എനിക്ക് തോന്നുന്നു ലിങ്ക് ഇട്ടിട്ടുണ്ടായിരിക്കും. ഒന്നുകൂടെ ഇട്ടുതരാം. ജസ്റ്റ് ഒന്ന് കണ്ടു വെച്ചേക്കുക. എന്താണ് കോർ ഡ്രിൽ എന്ന് കേട്ട് കഴിഞ്ഞാൽ എന്തെങ്കിലും പറയാൻ വേണ്ടിയിട്ടുള്ള രീതിയിൽ ഒന്ന് ഓർമ്മിച്ച് വെച്ചേക്കുക. ആ. ഉം. 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 വലിയ ഹോളാവും. മെറ്റീരിയൽ അതെ, മെറ്റീരിയൽ ഈസിലി നമുക്ക് ഇങ്ങനെ റിമൂവ് ചെയ്യാൻ വേണ്ടി പറ്റും. പോരാത്തതിന് എന്ത് ചെയ്യാ പ്രത്യേകത, ലാർജ് ഹോൾ ഉണ്ടാക്കാൻ പറ്റും. പോരാത്തതിന് എന്ത് ചെയ്യാ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നമ്മൾ ഡ്രിൽ അടിച്ചില്ലേ, നമ്മളിപ്പം ഡ്രിൽ അടിച്ചിരിക്കുന്ന മെറ്റീരിയലൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, ഇതിനകത്ത് തന്നെ ഇങ്ങനെ ഒരു രീതിയിൽ ഒരു കോർ എന്നുള്ള രീതിയിലായിരിക്കും നമുക്ക് അളന്ന് എടുക്കാൻ വേണ്ടി പറ്റുന്നത്. ഇങ്ങനത്തെ രീതിയിൽ എടുക്കാൻ വേണ്ടി പറ്റും, ഈ ഒരു കട്ടയുടെ രീതിയിൽ. എന്നിട്ട് എന്ത് ചെയ്യും, ഈ കട്ടയിനെ മാത്രം നമ്മൾ വെളിയിൽ കൊണ്ടുവന്ന് വെച്ചിട്ട് ഒന്ന് എക്സ്പെരിമെന്റോ എന്തെങ്കിലുമൊക്കെ ചെയ്ത് നോക്കിയിട്ട് ഇതിന്റെ കണ്ടന്റ് എന്താണെന്ന് മനസ്സിലാക്കാൻ വേണ്ടി. അതെ. വലിയ ഡയമീറ്റർ. നമുക്ക് അങ്ങനെ ഇതൊക്കെ ഉണ്ടല്ലോ, നമുക്ക് ഈ സാധനമൊക്കെ നമ്മുടെ കയ്യിൽ നമുക്ക് കിട്ടും, ഇങ്ങനത്തെ സാധനമൊക്കെ. അല്ലെങ്കിൽ ഈ ഒരു സാധനത്തിലെ നമ്മുടെ ചുവരൊക്കെ അടിക്കുന്ന സമയത്തെ, ചുവരിലൊക്കെ വലിയ ഹോളൊക്കെ അടിക്കുന്ന സമയത്ത് കണ്ടിട്ടില്ലേ, ഇങ്ങനെ ഒരു സാധനത്തിൽ വെച്ചിട്ടല്ലേ വലിയ ഹോൾ അടിക്കേണ്ടത്. അതായത് നമുക്ക് ഡ്രിൽ അടിക്കണം, പോരാത്തതിന് വലിയ ഹോൾ അടിക്കണം എന്തെങ്കിലുമൊക്കെ പർപ്പസിന്. ആ ആ ആ ആ അതെ, ഇതായിക്കൊണ്ടിരിക്കും. അതെ, ദേ ഇവിടെ എഴുതിയിട്ടുണ്ടല്ലോ, ഇത് അടക്കണ്ട, ക്രിയേറ്റ് ഹോൾസ് ഫോർ പൈപ്പ്, മാൻ ഹോൾസ് ആൻഡ് അതർ ലാർജ് ഡയമീറ്ററിന് വേണ്ടിയിട്ട് കോൺക്രീറ്റ് ഓർ സ്റ്റോണിലൊക്കെ നമുക്ക് ലാർജ് ഡയമീറ്റർ അടിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. ഇതിനകത്ത് എഴുതിയിട്ടുണ്ട് മാൻ ഹോളും പൈപ്പുകൾക്കും അതുപോലെ തന്നെ വലിയ കോൺക്രീറ്റ് സ്റ്റോണുകൾക്കൊക്കെ ലാർജ് ഡയമീറ്റർ അടിക്കാൻ വേണ്ടിയിട്ടും എന്ത് ഉപയോഗിക്കുന്നുണ്ട്, ഈ കോറിഡറിൽ നിന്നുള്ള സാധനം ഉപയോഗിക്കുന്നത്.
അതായത് ചോദിക്കേണ്ട സാധനം അല്ലെങ്കിൽ പറയേണ്ട സാധനം ഇത്രേ ഉള്ളൂ. നിങ്ങൾ മറ്റേ സാധാരണ രീതിയിലുള്ള ഒരു ഡ്രിൽ ഉപയോഗിക്കുകയാണെങ്കിൽ ഒന്നുകിൽ ഡ്രിൽ ബിറ്റും കാര്യങ്ങളൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നതിന് പകരം ഇതിൽ കോർ ഡ്രിൽ എന്ന സാധനം ഉപയോഗിച്ച് കഴിഞ്ഞാൽ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒരു വലിയ ഡയമീറ്റർ നമുക്ക് അടിക്കാൻ വേണ്ടി പറ്റും. അതിനാണ് ആക്ച്വലി കോർ ഡ്രിൽ എന്ന് പറഞ്ഞ സാധനം, അല്ലെങ്കിൽ അത് ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന സാധനം അതാണ്, വലിയ ഡയമീറ്റർ. ഓക്കെ, അപ്പം അതായത് ഇവിടെ ഇപ്പം എക്സാമ്പിൾ ആയിട്ട് കൊടുത്തിരിക്കുന്ന സാധനം എന്ന് പറഞ്ഞാൽ സാധാരണ രീതിയിൽ ഒരു ഡയമീറ്റർ കോർ അപ് ടു 16 ഫീറ്റ് ഇൻ ലെങ്ത്, അല്ലെ 16 ഫീറ്റ് ഒക്കെ ഒരു ലെങ്ത് ഉള്ള ഒരു, അല്ലെങ്കിൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒരു ഡയമീറ്ററും കാര്യങ്ങളും ഉണ്ട്. അത്രയും ലെങ്തിലേക്ക് നമുക്ക് അറ്റ് എ ടൈം തന്നെ ഒരു കോഡിൽ ഉപയോഗിച്ചിട്ട് ഇത് അടിക്കാൻ വേണ്ടി പറ്റും, ഒരു കോർ അടിക്കാൻ വേണ്ടി പറ്റും, അല്ലെങ്കിൽ അതിനകത്ത് ഒരു ഹോൾ അടിക്കാൻ വേണ്ടി പറ്റും. അതിനാണ് ഇത് ഉപയോഗിക്കുന്നത്. ചുമ്മാ അറിഞ്ഞിരിക്കും. ഇതൊക്കെ എക്സ്ട്രാ ആയിട്ട് അതിനകത്ത് കൊടുത്തിരുന്നതാണ്, എന്നാലും നമ്മൾ വായിക്കുന്നതുകൊണ്ട് നമ്മൾ നോക്കി നിന്നേ ഉള്ളൂ. ഓക്കെ അല്ലേ? അപ്പൊ നോക്കാം അടുത്ത ഡ്രില്ല് കട്ടിങ് ആംഗിൾ, കട്ടിങ് സ്പീഡ്, ഇത്രയും കാര്യങ്ങൾ അതെല്ലാം ഇമ്പോർട്ടന്റ് ആണ്. അപ്പോൾ ഓരോന്നായിട്ട് നോക്കാം. ആംഗിൾ, ഡിഫറെന്റ് ആംഗിൾ ഫോർ ഡിഫറെന്റ് പർപ്പസ് ദേ ആർ ലിസ്റ്റഡ് ബിലോ, അല്ലെ? നമുക്ക് ഓരോ ആംഗിളുകളും ഓരോ പർപ്പസിന് വേണ്ടിയിട്ടാണ്. അപ്പൊ അതൊക്കെയാണ് നമുക്ക് ഇതാക്കുന്നത്. സാധാരണ ട്വിസ്റ്റിലിന്റെ എന്തായിരിക്കും ഡ്രില്ലിംഗ് ആംഗിളുകളും കാര്യങ്ങളുമാണ് പറയുന്നത്. ഒന്നാമത്തെ സാധനം പറയുന്നത് പോയിന്റ് ആംഗിൾ അല്ലെങ്കിൽ കട്ടിങ് ആംഗിൾ എന്ന് പറയും, അല്ലെ? ഫസ്റ്റ് ആംഗിൾ നമ്മൾ പറയുന്നത് പോയിന്റ് ആംഗിൾ അല്ലെങ്കിൽ കട്ടിങ് ആംഗിൾ. അപ്പൊ പോയിന്റ് ആംഗിൾ എന്ന് അറിയപ്പെടുന്ന ജനറൽ പർപ്പസ് സ്റ്റാൻഡേർഡ് ഡ്രില്ലിന് നമ്മൾ മോസ്റ്റ് കോമൺലി ഉപയോഗിക്കുന്നത് 118 ഡിഗ്രി. അത് അങ്ങനെ തന്നെ കാണാൻ പഠിക്കുക, അങ്ങനെ തന്നെ ചോദ്യം ചോദിച്ചിട്ടുണ്ട്. അപ്പൊ എന്താണ് നമ്മുടെ പോയിന്റ് ആംഗിൾ ഫോർ എ ഡ്രിൽ ബിറ്റ്, ഡ്രിൽ ബിറ്റിന്റെ അല്ലെങ്കിൽ ട്വിസ്റ്ററിന്റെ പോയിന്റ് ആംഗിൾ എത്രയെന്ന് പറഞ്ഞിട്ട് ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെ തന്നെ പഠിച്ചിരിക്കുക, 118 ഡിഗ്രി. പോയിന്റ് ആംഗിളിന്റെ മറ്റൊരു രീതിയും പറയുന്നുണ്ട് കട്ടിങ് ആംഗിൾ. അപ്പൊ കട്ടിങ് ആംഗിൾ എന്ന് പറഞ്ഞാൽ രണ്ട് കട്ടിങ് എഡ്ജ് ഉണ്ടെങ്കിൽ ആ രണ്ട് കട്ടിങ് എഡ്ജിന്റെ ഇടയ്ക്ക് മേടിപ്പിക്കുന്ന ആംഗിൾ ആയിരിക്കും നമ്മളിൽ ഇരിക്കുന്ന പോയിന്റ് ആംഗിൾ. The angle between the cutting edge ലിപ്പ് എന്ന് പറയും. The angle varies according to the hardness of the material to be drilled, അല്ലെ? അതായത് ഓരോ മെറ്റീരിയലിനും ഓരോ ടൈപ്പ് ഓഫ് എന്തായിരിക്കും പോയിന്റ് ആംഗിൾ ആയിരിക്കും. ഹാർഡ്നെസ്സുകൾ മാറുന്ന അനുസരിച്ചിട്ട് പോയിന്റ് ആംഗിളുകൾ മാറിക്കൊണ്ടിരിക്കും. അങ്ങനെ തന്നെ പഠിച്ചു വെക്കുക. ഹാർഡ്നെസ് മാറുന്ന അനുസരിച്ചിട്ട് പോയിന്റ് ആംഗിൾ ഓൾസോ ചേഞ്ച് ചെയ്യും. ഓക്കെ, ഇനി അതിനുശേഷം അടുത്ത നമ്മൾ പറയുന്നത് ഹെലിക്സ് ആംഗിൾ ആണ്, അല്ലെ? ഹെലിക്സ് ആംഗിൾ രണ്ടാമത് പറയുന്നത് ഹെലിക്സ് ആംഗിൾ ആണ്. ട്വിസ്റ്റൽ ആർ മെയ്ഡ് വിത്ത് ഡിഫറെന്റ് ഹെലിക്സ് ആംഗിൾ, അല്ലെ? ട്വിസ്റ്റലുകൾ ഓരോന്നും ഉണ്ടാക്കിയിരിക്കുന്ന ഓരോ ഹെലിക്സ് ആംഗിളുകളുമാണ്. The helix angle determines the rake angle at the cutting edge of the twistle, അല്ലെ? ട്വിസ്റ്റലിന് കറസ്പോണ്ടിങ് ആയിട്ട് അതായത് കട്ടിംഗ് എഡ്ജിന് കറസ്പോണ്ടിങ് ആയിട്ട് നിങ്ങൾ എടുക്കുകയാണെങ്കിൽ അദ്ദേഹത്തിന്റെ ഹെലിക്സ് ആംഗിളിനായിരിക്കും ഇദ്ദേഹത്തിന്റെ എന്തെന്ന് അറിയപ്പെടുന്നത്, റേക്ക് ആംഗിൾ എന്ന് അറിയപ്പെടുന്നത്. റേക്ക് ആംഗിൾ അറ്റ് ദ കട്ടിംഗ് എഡ്ജ്. അപ്പം ഇതിന്റെ ബേസിസിൽ തന്നെ ഇതിനെ മൂന്നായിട്ട് തരംതിരിക്കുന്നുണ്ട്. HNES എന്നുള്ള രീതിയിലായിരിക്കും മൂന്നായിട്ട് തരംതിരിക്കുന്നത്. ഒരെണ്ണം വന്നിട്ട് ഹാർഡ് ആൻഡ് ടെർണേഷ്യസ് ആയിട്ടുള്ള മെറ്റീരിയലിന് വേണ്ടിയിട്ടായിരിക്കും H പറയുന്നത്. അതേസമയം N ടൈപ്പ് പറയുന്നത് എന്തിനു വേണ്ടിയിട്ടായിരിക്കും, നോർമൽ ആൻഡ് ലോ കാർബൺ സ്റ്റീലിന് വേണ്ടിയിട്ട്. അതേസമയം S പറയുന്നത് എന്തിനായിരിക്കും, സോഫ്റ്റും ടഫും മെറ്റീരിയൽസിന് വേണ്ടിയിട്ടായിരിക്കും S പറയുന്നത്. അപ്പൊ അതിന്റെ ബേസിസിലായിരിക്കും ഹെലിക്സ് ആംഗിളുകൾ ഓരോന്നായിട്ട് ക്ലാസിഫൈ ചെയ്യുന്നത്. ഇതിൽ ഓരോ ക്ലാസിഫിക്കേഷനിലും ഓരോന്നും എഴുതിയിട്ടുണ്ട്. H നിങ്ങൾ എടുക്കുകയാണെങ്കിൽ അദ്ദേഹത്തിന്റെ ഹെലിക്സ് ആംഗിൾ എന്ന് പറയുന്നത് എപ്പോഴും കുറവായിരിക്കും, 10നും 13നും ഇടയ്ക്കായിരിക്കും. ഇനി N എടുക്കുകയാണെങ്കിൽ എത്ര വരും, 18നും 30നും ഇടയ്ക്ക്. ഇപ്പൊ നോർമൽ എന്ന് പറഞ്ഞാൽ നടുക്കുന്ന രീതിയിൽ. ഇനി 30ന് മേളിലായിട്ട് പറയുന്നുണ്ട്, 35നും 40നും ഇടയ്ക്കാണ് പറയുന്നതെങ്കിൽ അത് S ആയിരിക്കും വരുന്നത്. അങ്ങനെയുള്ള മൂന്ന് ടൈപ്പാണ് പറയുന്നത്. HNS എന്നുള്ള മൂന്ന് രീതിയിലാണ്. അത് പഠിച്ചു വെക്കുക. ഹെലിക്സ് ആംഗിൾ ബേസിസിലായിരിക്കും HNS പറയുന്നത്. തൊട്ട് മുമ്പ് നമ്മൾ പറഞ്ഞത് 118 ആയിരിക്കും കോമൺലി ഉപയോഗിക്കുന്ന പോയിന്റ് ആംഗിൾ. അതുപോലെ ഹാർഡ്നെസ് ഓഫ് ദ മെറ്റീരിയൽ അനുസരിച്ചിട്ട് നമ്മൾ പോയിന്റ് ആംഗിൾ ഡിഫർ ചെയ്തുകൊണ്ടേയിരിക്കും. അതേപോലെ നമ്മുടെ ഹെലിക്സ് ആംഗിൾ എടുക്കുകയാണെങ്കിൽ അതുപോലെ തന്നെ ഹാർഡും ടെനേഷ്യസും, നോർമൽ ലോ കാർബൺ സ്റ്റീൽ, അതുപോലെ തന്നെ സോഫ്റ്റ് ആൻഡ് ടഫ് മെറ്റീരിയൽ. ഇപ്പൊ സോഫ്റ്റും ടഫും മെറ്റീരിയൽ എടുക്കുകയാണെങ്കിൽ അദ്ദേഹത്തിന്റെ ഹെലിക്സ് ആംഗിൾ കൂടിയിരിക്കും. അതേസമയം നോർമൽ ആണെങ്കിൽ ഒരു മിഡ് റേഞ്ച് ആയിരിക്കും. അതുപോലെ തന്നെ നമുക്ക് എന്താണ് ഹാർഡും ടെനേഷ്യസ് മെറ്റീരിയൽ എടുക്കുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ നമ്മുടെ ഇരിക്കുന്ന ഹെലിക്സ് ആംഗിളിന്റെ വാല്യൂ കുറവായിരിക്കും. ആ കുറവിന്റെ വാല്യൂ വേണമെങ്കിൽ പഠിച്ചു വെക്കുക. 10, 13, അതുപോലെ 18, 30, അതുപോലെ 35നും 40നും ഇടയ്ക്ക് എന്നുള്ള രീതിയിൽ മൂന്നെണ്ണം പഠിച്ചു വെക്കുക. ക്ലിയർ അല്ലേ? ഇതും അതുപോലെ തന്നെ പറയുന്നത് നമ്മുടെ ഹെലിക്സ് ആംഗിൾ, അതെ, ഹെലിക്സ് കൂടുതലായിരിക്കും. അതായത് ഹെലിക്സ് ആംഗിൾ അടുത്ത നമ്മൾ പറയുന്ന സാധനം ഹെലിക്സ് ആംഗിൾ വേരി അക്കോർഡിംഗ് ടു ദ മെറ്റീരിയൽ ബീങ് ഡ്രിൽ. ഇതും സെയിം തന്നെയാണ്. നമ്മൾ ഏത് മെറ്റീരിയലിനാണോ നമ്മൾ ഡ്രിൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അതനുസരിച്ചിട്ട് ഹെലിക്സ് ആംഗിളുകൾ മാറിക്കും. പോയിന്റ് ആംഗിൾ നേരെ ഓപ്പോസിറ്റ് ആണ്. പോയിന്റ് ആംഗിൾ നമ്മുടെ ടെക്സ്റ്റിനകത്ത് അങ്ങനെ വേറെ രീതിയിൽ വേറെ താഴോട്ടൊന്നും പറയുന്നില്ലല്ലോ. വേറെ എന്തൊരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ടെന്ന് തോന്നുന്നു. അപ്പൊ അത് വെച്ചിട്ട് നമുക്ക് നോക്കി നോക്കാം. പോയിന്റ് ആംഗിളും അത് തന്നെ. അതായത് ഹാർഡ് ആയിട്ടുള്ള മെറ്റീരിയലിന് എടുക്കുന്ന സമയത്ത് നമുക്ക് അത്രയും അതായത് നേരെ തിരിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹാർഡ് ആയിട്ടുള്ള മെറ്റീരിയൽ നല്ല പോയിന്റ് ആംഗിൾ ആവശ്യമായിരിക്കും. ഹാർഡ് ആയിട്ടുള്ള അതെ, കൂടുതലായിരിക്കും. ഹാർഡ് ആയിട്ടുള്ള മെറ്റീരിയൽ നിങ്ങൾ എടുക്കുകയാണെങ്കിൽ നല്ല പോയിന്റ് ആംഗിൾ വേണം. അതേസമയം നമ്മുടെ സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയൽ എടുക്കുകയാണെങ്കിൽ അത്രയും പോയിന്റ് ആംഗിൾ കൊടുക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, അതിന് ഒരു വാല്യൂവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. നമുക്ക് നോക്കാം. അതായത് ഇപ്പം സാധാരണയായിട്ട് പോയിന്റ് ആംഗിളിന്റെ വാല്യൂ നമ്മൾ പറയുന്നത് 118 ആണ്, അല്ലെ? 118 ഡിഗ്രിയാണ് സാധാരണ പോയിന്റ് ആംഗിൾ പറയുന്നത്. അതേസമയം നമുക്ക് അറിയാൻ വേണ്ടി പറ്റുന്ന കുറച്ച് സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയൽ എടുക്കുകയാണെങ്കിൽ പ്ലാസ്റ്റിക് ഒക്കെ കുറച്ച് സോഫ്റ്റ് ആണ്, അല്ലെ? പ്ലാസ്റ്റിക് ഒക്കെ കുറച്ച് സോഫ്റ്റ് ആയതുകൊണ്ട് പോയിന്റ് ആംഗിളിന്റെ വാല്യൂ എന്ത് വേണം, കുറയണോ കൂടണോ?
കുറയണം കേട്ടോ. അപ്പൊ അതൊരു 60 ഡിഗ്രി ഒക്കെ മതി കേട്ടോ. പ്ലാസ്റ്റിക് ഒക്കെ എടുക്കുകയാണെങ്കിൽ ഒരു 60 ഡിഗ്രി മതി. അതേസമയം നമ്മളിരിക്കുന്ന നോൺ ഫെറസ് മെറ്റീരിയൽ അതുപോലെ വുഡ് ഒക്കെ എടുക്കുകയാണെന്ന് വെച്ചോ. വുഡും ഇത് സാധാരണ രീതിയെ അപേക്ഷിച്ചിട്ട് വുഡിന്റെയും ഇതിന്റെയും പ്രത്യേകത എന്താ പ്രത്യേകത? നോൺ ഫെറസ് മെറ്റീരിയലും വുഡിന്റെയും പ്രത്യേകത ഒക്കെ എങ്ങനെയാ? അത് കുറഞ്ഞിരിക്കണോ കൂടിയിരിക്കണോ? കുറഞ്ഞിരിക്കണം കേട്ടോ. അതിന് നമ്മൾ മോസ്റ്റ് കോമൺലി ഉപയോഗിക്കുന്ന പോയിന്റ് ആംഗിൾ വന്നിട്ട് 90 ഡിഗ്രി ആയിരിക്കും, കുറഞ്ഞിരിക്കണം. അതേസമയം നമ്മുടെ ഹാർഡും ടഫർ ആയിട്ടുള്ള മെറ്റീരിയൽ, ഭയങ്കര ഹാർഡ്നെസ് കൂടുതലും ഭയങ്കര ടഫ് ആയിട്ടുള്ള മെറ്റീരിയൽ നിങ്ങൾ എടുക്കുകയാണെങ്കിൽ പോയിന്റ് ആംഗിളിന്റെ വാല്യൂ എത്രയായിരിക്കണം? 118നെ കാട്ടിയും എന്തായിരിക്കണം? കുറഞ്ഞിരിക്കണോ കൂടിയിരിക്കണോ? ഹാർഡ് ആയിട്ടുള്ള മെറ്റീരിയൽ എടുക്കുകയാണെങ്കിൽ പോയിന്റ് കൂടിയിരിക്കണം അല്ലെ? കൂടിയിരിക്കണം. അപ്പൊ അതിനാണ് നമ്മൾ എത്ര പറയുന്നത്? 135, ചില സമയത്ത് 140 എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ? 135, 140 എന്നുള്ള രീതിയിലൊക്കെ പഠിച്ചിട്ടുണ്ട്. അപ്പൊ ആ റേഞ്ചിലോട്ടൊക്കെ പോകും. അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുക. 118ആണ് മോസ്റ്റ് കോമൺലി ഉപയോഗിക്കുന്നത്. പക്ഷെ 118നെക്കാട്ടി താഴെ വരണമെങ്കിൽ സോഫ്റ്റ് ആയിരിക്കണം മെറ്റീരിയൽ. 118നെക്കാട്ടി മേലോട്ട് പോവുകയാണെങ്കിൽ കുറച്ച് ഹാർഡർ ആയിരിക്കും മെറ്റീരിയൽ. അപ്പൊ 118നെക്കാട്ടി മേലോട്ട് എവിടെ വരെ പോവാം? മാക്സിമം ഒരു 135, 140 റേഞ്ചിൽ പോവാം. അതേസമയം താഴോട്ട് എവിടെ വരെ വരാം? 60, 90 എന്നുള്ള രീതിയിൽ വരെ താഴോട്ട് വരാം. ഇത് പോയിന്റ് ആംഗിളിലെ കേസാണ്. ഇതേ സാധനം തന്നെ ഹെലിക്സ് ആംഗിളിലെ കേസിൽ നമ്മൾ പറഞ്ഞു HNS എന്ന് പറഞ്ഞ 3 രീതിയിലാണ് പറഞ്ഞത്. അതിന്റെ വാല്യൂസും ചുമ്മാ പഠിച്ചു വെക്കാൻ വേണ്ടി പറ്റുകയാണെങ്കിൽ അത്രയും നല്ലത്. അല്ലെങ്കിൽ റേഞ്ചിന്റെ രീതിയിൽ മാത്രം അറിഞ്ഞിരിക്കുക. ഓക്കെ അല്ലേ? നമ്മള് അത്യാവശ്യം നമ്മുടെ ഒരു കൺസെപ്റ്റ് രീതി തന്നെയാണ് വീണ്ടും പഠിച്ചു പോകുന്നത്. ഇനി ഇതെല്ലാം മറക്കുന്നുണ്ട് അല്ലേ? ഒരു രീതിയിൽ ഒരു സൈഡിൽ നിന്ന് മറക്കുന്നുണ്ട്. പക്ഷെ അത് നോക്കിക്കോളണം കേട്ടോ. അപ്പൊ നോക്കി റേക്ക് ആംഗിൾ. അപ്പൊ നമ്മൾ ഹെലിക്സ് ആംഗിൾ എന്നുള്ള രീതിയിൽ തന്നെയാണ് റേക്ക് ആംഗിളും പറയുന്നത്. അപ്പം ഹെലിക്സ് ആംഗിൾ ഏതാണ്? ഹെലിക്സും റേക്കുവാ? അതായത് ഇതിനെ ഹെലിക്സ് എന്നല്ലേ പറയുന്നത്. അതായത് ക്രിസ്റ്റലിന്റെ ഓരോന്നിനും ഇങ്ങനെ ഫ്ലൂട്ടിന്റെ സർഫസിലൂടെ ഇങ്ങനെ ഒരു ഹെലിക്കൽ ഷേപ്പിലല്ലേ ഇങ്ങനെ ഫ്ലൂട്ട് പോകുന്നത്. അതെ. അതെ, അത്രേ ഉള്ളൂ, അത്രേ ഉള്ളൂ. അപ്പം ഹെലിക്സ് എന്ന് പറഞ്ഞ രീതിയിലായിരിക്കും പോകുന്നത്. അപ്പം ആ ഹെലിക്സിന്റെ ഏതെങ്കിലും ഒരു ലൈനിനെ ഇങ്ങനെ പിടിച്ച് ഇതാക്കിയതിനു ശേഷം ഈ ആക്സിസിനെ ഇങ്ങനെ പിടിച്ച് ഇതാക്കുന്നുണ്ട്. അപ്പൊ ഈ ആക്സിസും ഈ ഹെലിക്സും കൂടെ മേടിയിപ്പിക്കുന്ന ആംഗിൾ ആയിരിക്കും ആക്ച്വലി ഹെലിക്സ് ആംഗിൾ. ഓക്കെ. അതേസമയം നേരത്തെ സാധനം അങ്ങനെയല്ല. നേരത്തെ സാധനം എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് ആ കൂടെ പോയിന്റ് അല്ലെങ്കിൽ കട്ടിംഗ് എഡ്ജ് എന്ന് പറഞ്ഞ സാധനം ഇത് മാത്രമേ ഉള്ളൂ. അപ്പം അത് തമ്മിൽ മേടിയിപ്പിക്കുന്ന ആംഗിൾ എന്ന് പറഞ്ഞാൽ ആ കൂടെ എന്ത് മാത്രമേ ഉള്ളൂ? നമ്മളിൽ ഇരിക്കുന്ന പോയിന്റ് ആംഗിൾ അല്ലെങ്കിൽ അത്രേ ഉള്ളൂ, അത്രേ ഉള്ളൂ, അത്രേ ഉള്ളൂ. അതേസമയം ഇതാണെങ്കിൽ ഈ ഫ്ലൂട്ട് അല്ലെങ്കിൽ ഈ ഫ്ലൂട്ടുകൾ മേടിയിപ്പിക്കുന്ന ഹെലിക്സ് ആണെങ്കിൽ ഈ ഹെലിക്സ് ഒരെണ്ണത്തിന് താഴോട്ട് വരയ്ക്കുക, ഈ ആക്സിസിൽ നിന്ന് ഒരു ലൈൻ എങ്ങനെ അങ്ങ് താഴോട്ട് എക്സ്റ്റെൻഡ് ചെയ്യുമ്പോഴത്തേക്കും തമ്മിൽ മേടിയിപ്പിക്കുന്ന ആംഗിൾ ആയിരിക്കും ഹെലിക്സ് ആംഗിൾ. ഓക്കെ. ഈ ഹെലിക്സ് ആംഗിളിനെ തന്നെ നമ്മൾ ഇതിന്റെ അടുത്ത രീതി പറയാണ്. ഹെലിക്സ് ആംഗിൾ അറ്റ് ദ പെരിഫറി എന്നുള്ള രീതിയിൽ പറയാണെന്ന് വെച്ചോ. അതായത് നിങ്ങൾ കേട്ടില്ല. അല്ല, അത് കട്ടിങ് പ്രോപ്പർ ആക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ആ ഒരു കട്ടിങ് എഡ്ജ് അങ്ങനെ ഫോം ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട് അതിനൊക്കെ ആയിരിക്കും ഹെലിക്സ് ആംഗിൾ കൊടുക്കുന്നത്. എന്തിനാ ഹെലിക്സ് ആംഗിൾ കൊടുക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ പെട്ട്. ആ, അല്ല, നിങ്ങൾ റേക്ക് ആംഗിൾ എന്തിനാ പ്രൊവൈഡ് ചെയ്യുന്നത്? റേക്ക് ആംഗിൾ ആക്ച്വലി കട്ടിങ് എഡ്ജ് ഫോം ചെയ്യിപ്പിക്കാൻ. അതെ. അതായത് അതായത് നമ്മളിപ്പോ ഫ്രണ്ടിലോട്ടാണ് നോക്കുന്നതെന്ന് വെച്ചോ. അതായത് ഇപ്പൊ ഇത് ഞാൻ ഫ്രണ്ടും ബാക്കും എന്നുള്ള രണ്ട് രീതിയിൽ എഴുതാം. ഇത് ഫ്രണ്ട് എന്നും ഇത് ബാക്ക് എന്നും ഒന്നും എടുത്തെന്ന് വെച്ചോ. ഫ്രണ്ടിലോട്ടാണ് പറയുന്നതെങ്കിൽ അതിന് എപ്പോഴും എന്താ പറയുന്നത്? ഹെലിക്സ് ആംഗിൾ എന്ന് പറയും. അതേസമയം ഞാൻ ഇത് ബാക്കിലോട്ട് എക്സ്റ്റെൻഡ് ചെയ്ത സമയത്തും സെയിം ആംഗിൾ അല്ലേ കിട്ടുന്നത് എനിക്ക്? ആലോചിച്ചിട്ട് പറഞ്ഞാൽ. അപ്പം ആ ബാക്കിലോട്ട് എടുക്കുന്ന അദ്ദേഹത്തിന്റെ പേരെന്താണ്? ആ ആംഗിളിന്റെ പേരെന്താണ്? റേക്ക് ആംഗിൾ. അപ്പം രണ്ടും ഒരേ കൺസെപ്റ്റ് അല്ലേ? റേക്ക് ആംഗിൾ. സെയിം കൺസെപ്റ്റ്. റേക്ക് ആംഗിൾ എന്തിനാ ആക്ച്വലി ഇതാക്കുന്നത്? കട്ടിങ് പ്രോപ്പർ ആയിട്ടുള്ള ഒരു കട്ടിങ് ആ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടല്ലേ നമ്മൾ റേക്ക് ആംഗിൾ എന്ന സാധനം പ്രൊവൈഡ് ചെയ്യുന്നത്. ഒരു റേക്ക് പ്രൊവൈഡ് ചെയ്യുന്ന സാധനം. അതുപോലെ തന്നെ ഈ റേക്ക് ആംഗിളിന്റെ ഇത് പ്രൊവൈഡ് ചെയ്താൽ മാത്രമേ പ്രോപ്പർ ആയിട്ടുള്ള ചിപ്പ് അതിന്റെ പുറത്തൂടെ പോകത്തുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ മുമ്പ് വായിച്ചിട്ടുണ്ട് എപ്പോഴല്ലേ? ഒരു ഹീറ്റിനെ പ്രോപ്പർ ആയിട്ട് ഇതാക്കാൻ വേണ്ടിയിട്ട് റേക്ക് ആംഗിൾ ഒരുപാട് കൂടാൻ പാടില്ല. ആ ആ ഹെലിക്സ് എന്ന് പറഞ്ഞാൽ ശരിയാ. പോകത്തുള്ളൂ. കൂളന്റ് കറക്റ്റ് ആയിട്ട് അകത്തോട്ട് വരത്തുള്ളൂ. പ്രോപ്പർ ആയിട്ടുള്ള കട്ടിങ്ങും കാര്യങ്ങളും വരത്തുള്ളൂ. അതേ ഞാൻ പറഞ്ഞില്ലേ, ഞാൻ പറഞ്ഞ് അല്ല, ഞാൻ അവരുടെ അടുത്ത് ഇങ്ങനെ പറഞ്ഞ് മാക്സിമം കൺവിൻസ് ചെയ്യണം. അതെ, പെട്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ, അതെ പെട്ടെന്ന് 2 മിനിറ്റ് ആലോചിക്കുക, അങ്ങ് തള്ളി വിടുക.
ഉം ഉം ഉം. ആ അതൊക്കെ ഞാൻ പറഞ്ഞല്ലോ, ഈ സാധനത്തിന്റെ സെയിം സാധനം തന്നെ ഹെലിക്സ് ആംഗിൾ അറ്റ് ദ പെരിഫറി എന്നുള്ള രീതിയിൽ പറയാണെന്ന് വെച്ചോ, പെരിഫറി എന്നുള്ള രീതിയിൽ പറയുകയാണെങ്കിൽ അദ്ദേഹത്തിന്റെ പേരായിരിക്കും റേക്ക് ആംഗിൾ. ഹെലിക്സ് ആംഗിൾ അറ്റ് ദ പെരിഫറി എന്നുള്ള രീതിയിൽ പറയുകയാണെങ്കിൽ അദ്ദേഹത്തിന്റെ പറഞ്ഞ പേരായിരിക്കും റേക്ക് ആംഗിൾ. വേറെ ക്ലിയർ അല്ലേ റേക്ക് ആംഗിൾ എന്നുള്ള സാധനം? റേക്ക് ആംഗിൾ, റേക്ക് ആംഗിൾ, റേക്ക് ആംഗിൾ നമ്മൾ സാധാരണയായിട്ട് പറയുകയാണെങ്കിൽ angle between the face and the line parallel to the axis is rake angle 0. ഓക്കെ, അതേസമയം ഇദ്ദേഹത്തിന്റെ സെൻട്രലോട്ട് എടുത്തിന്ന് വെച്ചോ, ഇവിടെ സെൻട്രലോട്ടാണ് വരുന്നതെങ്കിൽ റേക്ക് ആംഗിളിന്റെ വാല്യൂ എപ്പോഴും 0 ആയിരിക്കും. അതുപോലെ തന്നെ വേറെ ഏതോ ഒരു ടൈപ്പ് ഓഫ് ഡ്രില്ലിൽ നമ്മൾ റേക്ക് ആംഗിൾ 0 ആയിരിക്കുന്ന ഏതോ ഒരു ടൈപ്പ് ഓഫ് ഇതില്ലായിരുന്നോ, ഓർമ്മയുണ്ടോ? ഫ്ലാറ്റ് ഡ്രിൽ അല്ലെങ്കിൽ റേക്ക് ആംഗിളിന്റെ വാല്യൂ 0 ആയി വരുന്ന ടൈപ്പ് ഓഫ് ഡ്രിൽ ഏതാണെന്ന് ഓർമ്മയുണ്ടോ? ഫ്ലാറ്റ് അല്ലെങ്കിൽ സ്പീഡ് എന്ന് പറഞ്ഞ ഒരു ടൈപ്പ് ഓഫ് ഡ്രിൽ ഉണ്ട് അല്ലേ? ആ ഡ്രില്ലിനകത്ത് നമ്മൾ എടുക്കുകയാണെങ്കിൽ അതിന്റെ ഇതിൽ റേക്ക് ആംഗിളിന്റെ വാല്യൂ 0 ആയിരിക്കും. ചുമ്മാ അറിഞ്ഞിരുന്നത് എക്സ്ട്രാ പോയിന്റ്. ഫ്ലാറ്റ് ഡ്രില്ലേ, ആ തടിയിലൊക്കെ ഉപയോഗിക്കുന്നത്, അദ്ദേഹത്തിനകത്ത് വേറെ ഈ ഒരു ഫ്ലൂട്ട് സർഫസോ ഹെലിക്കൽ സർഫസോ ഒന്നുമില്ല, ഫ്ലാറ്റ് ഷേപ്പ് ആയിരിക്കും ഇരിക്കുന്നത് അല്ലേ, ഇങ്ങനെ ഇരിക്കുന്ന ഒരു ഫ്ലാറ്റ് ഷേപ്പ് ആയിരിക്കും. അപ്പൊ അദ്ദേഹത്തിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളിപ്പം അതിനകത്ത് റേക്ക് ആംഗിൾ എന്നുള്ള സാധനം കാണത്തില്ല. കാര്യം എന്ന് പറഞ്ഞാൽ ആക്സിസ് ഇവിടെയാണ് ഇരിക്കുന്നത്, കട്ടിംഗ് എഡ്ജ് ഇവിടെയാണ് ഇരിക്കുന്നത്. അപ്പൊ രണ്ടും തമ്മിൽ എന്താ പ്രത്യേകത? പാരലൽ ആയിട്ട് പോയി അല്ലെ. അതായത് കട്ടിംഗ് എന്ന് പറഞ്ഞ സാധനം ഇങ്ങനെ ഇരിക്കുന്നുണ്ട്, അതുപോലെ തന്നെ ഇത് ഇരിക്കുകയാണെങ്കിൽ രണ്ടും കൂടെ പാരലൽ ആയി പോയി. അപ്പൊ പാരലൽ ആയി പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിനകത്ത് റേക്ക് ആംഗിളോ ഹെലിക്സ് ആംഗിളോ ഒന്നും കാണാൻ വേണ്ടി പറ്റത്തില്ല. അപ്പൊ ഏറ്റവും ബെസ്റ്റ് ആയിട്ട് പറയുന്നത് റേക്ക് ആംഗിൾ 0 ആയിരിക്കുന്നു എന്നുള്ള രീതിയിലായിരിക്കും അതിനകത്ത് പറയാം. ഹെലിക്സ് ഇല്ലല്ലോ, അതിനകത്ത് ഹെലിക്കൽ ഷേപ്പ് ഉണ്ടെങ്കിലല്ലേ ഹെലിക്സ് ആംഗിൾ എന്നുള്ള സാധനം നമുക്ക് ഡിഫൈൻ ചെയ്യേണ്ട കാര്യമുള്ളൂ. അപ്പം റേക്ക് ആംഗിൾ എന്നുള്ള സാധനം അതിനകത്ത് ഇല്ല എന്നുള്ള രീതിയിൽ തന്നെ പഠിച്ചു വെച്ചിരിക്കുക. ക്ലിയർ അല്ലേ? ഓക്കെ, അതുപോലെ തന്നെ അടുത്ത പറഞ്ഞ സാധനമായിരിക്കും ക്ലിയറൻസ് ആംഗിൾ. അപ്പൊ ആ ക്ലിയറൻസ് ആംഗിൾ നമുക്ക് പറയണമെങ്കിൽ അതിനകത്ത് ആക്ച്വലി വേണ്ടത് പ്രിവെന്റ്, നമുക്ക് എന്താ ചെയ്യുന്നത്? ലാൻഡ് ബിഹൈൻഡ് ദ കട്ടിംഗ് എഡ്ജ് അല്ലെ, അതായത് പ്രിവെന്റ് ദ ഫ്രിക്ഷൻ ഓഫ് ദ ലാൻഡ് ബിഹൈൻഡ് ദ കട്ടിംഗ് എഡ്ജ്. ആ ഒരു കട്ടിംഗ് എഡ്ജിന്റെ ആ ഒരു ഇതായിട്ടുള്ള ഒരു ലാൻഡ് എന്ന് പറഞ്ഞ പർട്ടിക്കുലർ പോർഷൻ ഉണ്ട്, ആ ലാൻഡിന്റെ പിറകെ വരുന്ന അല്ലെങ്കിൽ ഈ കട്ടിംഗ് എഡ്ജുമായിട്ടുള്ള ഒരു രീതിയിൽ ഒരു ക്ലിയറൻസ് മെയിൻറ്റെയിൻ ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ടായിരിക്കും ക്ലിയറൻസ് ഇതാക്കുന്നത്. അതായത് കട്ടിംഗ് എഡ്ജ് കറക്റ്റ് ആയിട്ട് പ്രോപ്പർ ആയിട്ട് എന്തിന്റെയിലോട്ട്, മെറ്റീരിയലിനകത്തോട്ട് കയറി പോകണം അല്ലെ, മെറ്റീരിയലിനകത്തോട്ട് കയറി പോവുകയും പോരാത്തതിന് എന്ത് ചെയ്യുക, പ്രോപ്പർ ആയിട്ടുള്ള കട്ടിങ് സാധ്യമാകുന്നതിനും കാരണം ആരായിരിക്കും? ഈ ഒരു ക്ലിയറൻസ് ആംഗിൾ ആയിരിക്കും. ഇപ്പൊ ക്ലിയറൻസ് നമ്മൾ ഒരുപാട് കൂടുതൽ കൊടുക്കാനും പറ്റത്തില്ല, ഒരുപാട് കുറവ് കൊടുക്കാനും പറ്റത്തില്ല. നിങ്ങൾ ഒരുപാട് കൂടുതൽ കൊടുത്തു വെച്ചാൽ ടൂ മച്ച് ആണെങ്കിൽ കട്ടിംഗ് എഡ്ജ് പെട്ടെന്ന് പൊട്ടിപ്പോകാനുള്ള സാധ്യതയുണ്ട്. അതേസമയം ഭയങ്കര കുറവാണ് നമ്മൾ കൊടുക്കുന്നതെങ്കിൽ ഡ്രില്ല് പ്രോപ്പർ ആയിട്ട് കട്ട് ചെയ്യത്തുമില്ല. എന്തൊക്കെയായിരിക്കും ക്ലിയറൻസ് ആംഗിൾ എന്ന് പറഞ്ഞ സാധനം? ഒരു കാരണവശാലും ലിപ്പ് ക്ലിയറൻസ് ആംഗിൾ എന്നാണ് പറയുന്നത്. ഇത് എങ്ങനെയാ ഇതാക്കുന്നത്? അപ്പം ഇതാണ് ഇതിന്റെ ഫ്ലാങ്ക് എന്ന് പറഞ്ഞ സർഫസ് അല്ലെ, ഇതാണ് നമ്മുടെ ഫ്ലാങ്കിന്റെ സർഫസ്. ഈ ഫ്ലാങ്കിന്റെ സർഫസും ഒരു പ്ലെയിൻ നിങ്ങൾ കൺസിഡർ ചെയ്യാണ്, ഈ ആക്സിസിന് പെർപെൻഡിക്കുലർ ആയിട്ട് ഒരു ലൈൻ വരച്ചു എന്ന് വെച്ചോ. അതായത് ഇതാണ് ഇതിന്റെ ഫ്ലാങ്കിന്റെ സർഫസ്, ഈ ഫ്ലാങ്കിന്റെ സർഫസും ഈ ആക്സിസിന് പെർപെൻഡിക്കുലർ ആയിട്ട് ഒരു ലൈൻ ഇങ്ങനെ വരയ്ക്കുകയാണെങ്കിൽ ഇത് തമ്മിൽ മേടിപ്പിക്കുന്ന ആംഗിൾ ആയിരിക്കും ക്ലിയറൻസ് ആംഗിൾ. ആ ക്ലിയറൻസ് ആംഗിൾ നമ്മൾ എപ്പോഴും കൊടുക്കുന്നത് 8 മുതൽ 12 ഡിഗ്രിക്ക് ഇടയ്ക്കായിരിക്കും, 8നും 12നും ഇടയ്ക്കായിരിക്കും. ഈ പിന്നെ അതുപോലെ തന്നെ മീൻ ടു പ്രിവെന്റ് ദ ഫ്രിക്ഷൻ ഓഫ് ദ ടൂൾ ബിഹൈൻഡ് ദ കട്ടിംഗ് എഡ്ജ്. അതുപോലെ തന്നെ പ്രോപ്പർ ആയിട്ടുള്ള കട്ടിങ് നടക്കാൻ വേണ്ടിയിട്ടായിരിക്കും എന്ത് ഉപയോഗിക്കുന്നത്? ഈ ക്ലിയറൻസ് ആംഗിൾ എന്ന് പറഞ്ഞ സാധനം ഉപയോഗിക്കുന്നത്. 8നും 12നും ഇടയ്ക്ക് എന്ന് മനസ്സിലാക്കുക, ആരൊക്കെ തമ്മിൽ മേടിപ്പിക്കുന്നതെന്ന് മനസ്സിലാക്കുക. ക്ലിയർ അല്ലേ? ക്ലിയറൻസ് ആംഗിൾ ഒക്കെയാണോ? ഓക്കെ, ക്ലിയറൻസ് ആംഗിൾ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അതെ, ലിപ്പ് ആംഗിൾ, ലിപ്പ് ആംഗിൾ, ലിപ്പ് ആംഗിൾ, പോയിന്റ് ആംഗിളിന്റെ ലിപ്പ് ആംഗിൾ 59. അതെ, അതായത് ഇപ്പൊ കട്ടിംഗ് എഡ്ജുകൾ തമ്മിൽ മേടിയിപ്പിക്കുന്നതിന് പകരം ഈ കട്ടിംഗ് എഡ്ജിനെ പിടിച്ച് ആക്സിസുമായിട്ട് മേടിയിപ്പിച്ചെന്ന് വെച്ചോ. ഒരു കട്ടിംഗ് എഡ്ജിനെ പിടിച്ച് ആക്സിസുമായിട്ട് മേടിയിപ്പിച്ചാണെങ്കിൽ അത് എന്തായി മാറി? അത് ലിപ്പ് ആംഗിൾ ആയി മാറി. ആ ആക്സിസ് ആണ് ലിപ്പ് ആംഗിൾ, അതായത് പകുതി. അതായത് നമ്മൾ ആക്ച്വൽ ആയിട്ട് വരുന്ന പോയിന്റ് അല്ലെങ്കിൽ കട്ടിംഗ് എഡ്ജിന്റെ ടോട്ടലി ആംഗിളിന്റെ പകുതി ആയിരിക്കും ആ ലിപ്പ് ആംഗിൾ എന്ന് പറയുന്നത്. പെർപെൻഡിക്കുലർ ആക്സിസിന് പെർപെൻഡിക്കുലർ ആയിട്ട് ഒരു ലൈൻ വരയ്ക്കുകയാണ്, അല്ലെങ്കിൽ ഒരു പ്ലെയിൻ പെർപെൻഡിക്കുലർ ടു ദ ആക്സിസ് എന്നുള്ള രീതിയിൽ നിങ്ങൾ എടുക്കുകയാണെങ്കിൽ ആ ഫ്ലാങ്കിന്റെ സർഫസും തമ്മിൽ മേടിയിപ്പിക്കുന്ന ആംഗിൾ ആയിരിക്കും എപ്പോഴും എന്തെന്ന് അറിയപ്പെടുന്ന ക്ലിയറൻസ് ആംഗിൾ. ആ ക്ലിയറൻസ് ആംഗിൾ 8 മുതൽ 12. ഒരുപാട് കൂട്ടാനും ഒരുപാട് കുറയ്ക്കാനും പാടില്ല. ഒരുപാട് കൂട്ടി കഴിഞ്ഞാൽ കട്ടിംഗ് എഡ്ജ് ഇല്ലാതായി പോകും, ഒരുപാട് കുറച്ച് കഴിഞ്ഞാൽ പ്രോപ്പർ കട്ടിംഗ് നടക്കത്തില്ല. അപ്പൊ ഇവർ പറയുന്ന ആ റേഞ്ചിൽ വേണം എപ്പോഴും വെച്ചേക്കാൻ, 8നും 12നും ഇടയ്ക്ക് എന്നുള്ള രീതിയിലായിരിക്കും മാക്സിമം വെച്ചേക്കേണ്ടത്. ഓക്കെ, ഇനി അതുപോലെ തന്നെ അടുത്ത് പറഞ്ഞ സാധനമായിരിക്കും ചിസൽ എഡ്ജ് ആംഗിൾ.
വെബ് ആംഗിൾ എന്ന് പറയുന്നുണ്ട്. അത് ചിസൽ എഡ്ജും കട്ടിംഗ് ലിപ്പും രീതിയിൽ ഒരു ചിസലിന്റെ എഡ്ജ് ഇരിക്കുന്നില്ലേ, അല്ലെങ്കിൽ ഒരു ചിസൽ എടുക്കുകയാണെങ്കിൽ ആ ചിസലിന്റെ അറ്റം പോലെ ഇരിക്കുന്നില്ലേ, നമ്മുടെ ഇരിക്കുന്ന ഒരു പോയിന്റ് എന്നുള്ള പോർഷൻ, ആ ഇതും അതേസമയം നമ്മുടെ മീഡിയിപ്പിക്കുന്ന ആംഗിൾ ആയിരിക്കും ഈ ഒരു ചിസൽ എഡ്ജ് ആംഗിൾ എന്ന് പറഞ്ഞ സാധനം. അത് ചുമ്മാ ഒന്ന് കേട്ട് വെച്ചിരിക്കുക, നമ്മളത് ഒരുപാട് ഡീപ്പ് അടിച്ചു കഴിഞ്ഞാൽ പണിവാളും. അപ്പൊ ഇതിനെ വെബ് ആംഗിൾ എന്നും പറയുന്നുണ്ട്, ചിസൽ എഡ്ജ് ആംഗിൾ എന്നും പറയുന്നുണ്ട്. നമ്മുടെ ടെക്സ്റ്റിൽ കൊടുത്തിരിക്കുന്ന 55 ഡിഗ്രിയാണ്. പക്ഷെ നമുക്ക് അന്ന് പറഞ്ഞു തന്ന സാധനം എന്തായിരുന്നു, 120നും 135നും ഇടയ്ക്ക് എന്നുള്ള രീതിയിലായിരുന്നു അന്ന് പറഞ്ഞു തന്നത്. പക്ഷെ നമ്മുടെ ടെക്സ്റ്റിലെല്ലാം കൊടുത്തിരിക്കുന്നത് 55 എന്നാണ്. 55 എന്നാണ്, കാരണം അതിന്റെ ഇരട്ടി എന്നുള്ള രീതിയിലായിരിക്കും. 55, 50, 100, 5ഉം 5ഉം 10, 110 വരുന്നുള്ളൂ. പക്ഷെ 120നും 135 എന്നായിരിക്കും അന്ന് പറഞ്ഞു തന്നത്. നമ്മൾ അത് നോക്കണ്ട, ചുമ്മാ പഠിച്ചു വെച്ചിരിക്കുക. ചിസൽ എഡ്ജ് ആംഗിൾ അല്ലെങ്കിൽ വെബ് ആംഗിൾ എന്ന് പറഞ്ഞ സാധനം ആ പേര് പോലെ തന്നെ ചിസൽ എഡ്ജും നമ്മളിൽ ഇരിക്കുന്ന കട്ടിംഗ് ലിപ്പും തമ്മിൽ മേടിയിപ്പിക്കുന്ന ആംഗിൾ ആയിരിക്കും ചിസൽ എഡ്ജ് ആംഗിൾ. ഓക്കെ അല്ലേ? ഓക്കെ. ഇനി അതുപോലെ നമ്മൾ കടയിൽ ചെന്ന് മേടിക്കുകയാണ് അല്ലെ, ഒരു ഡ്രിൽ ഇല്ലെങ്കിൽ ഡ്രിൽ ബിറ്റ് നമ്മൾ മേടിക്കുകയാണെങ്കിൽ എന്തൊക്കെ പറഞ്ഞിട്ട് മേടിക്കും? അത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സാധനമാണ്, പഠിച്ചു വെക്കണം. ട്വിസ്റ്റിൽ എന്ത് പറഞ്ഞിട്ടായിരിക്കും മേടിക്കുക? അപ്പൊ ട്വിസ്റ്റിൽ നമ്മൾ അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ട്വിസ്റ്റിലിന്റെ ഷാങ്ക് പറഞ്ഞിട്ട് പറയും അല്ലെ, ഏത് ഷാങ്ക് ആണെന്നുള്ള രീതിയിൽ പറയുന്നില്ലേ, അവിടെ ഇരിക്കട്ടെ, അങ്ങനെയൊക്കെ പറഞ്ഞിട്ടായിരിക്കും നമ്മൾ ഓൾറെഡി കണ്ടത്. പക്ഷെ ഇവിടെ അടുത്ത പറയുന്ന സംഗതി എന്ന് അറിയപ്പെടുന്നത് നമുക്ക് ആദ്യം പറയുന്നത് ഡയമീറ്ററിന്റെ ബേസിസിലായിരിക്കും. ട്വിസ്റ്റിലാണെങ്കിൽ ട്വിസ്റ്റിലിന്റെ ഡയമീറ്റർ ആയിരിക്കും ആദ്യം പറയുന്നത്. ഇപ്പൊ ട്വിസ്റ്റിൽ ഡയമീറ്റർ തന്നിരിക്കുന്നത് എത്രയായിരിക്കും? 9.50. അത്രയും ഡയമീറ്റർ ഉള്ള ട്വിസ്റ്റിൽ, അത്ര ഡയമീറ്റർ ആയിരിക്കും ട്വിസ്റ്റിൽ എന്നുള്ള സാധനം പറഞ്ഞിട്ടുണ്ട്. ഇനി രണ്ടാമതായിട്ട് നമ്മൾ പറയുന്നത് അദ്ദേഹത്തിന്റെ എന്തായിരിക്കും, ടൂൾ ടൈപ്പും മെറ്റീരിയലും ആണ് അല്ലെ. ടൂൾ ടൈപ്പും മെറ്റീരിയലും, ഇത് ടൂളിന്റെ ടൈപ്പ് ആയിരിക്കും പറയുന്നത്. ടൂളിന്റെ ടൈപ്പ് ഏതാണെന്ന്, എച്ച് എന്ന് പറഞ്ഞ സാധനം അതിന്റെ ടൂൾ ടൈപ്പ് എന്നുള്ള രീതിയിലായിരിക്കും പറയുന്നത്. അതുപോലെ തന്നെ അടുത്ത ലാസ്റ്റത്തെ സംഗതി, അത് പിന്നെ IS കോഡും പറയുന്നുണ്ട്. 5101 എന്നായിരിക്കും ട്വിസ്റ്റിലുമായിട്ട് ബന്ധിപ്പിക്കുന്ന നമ്മുടെ IS കോഡ് പറയുന്നത്. എന്നിട്ട് അവസാനം HS എന്ന് ഉദ്ദേശിക്കുന്നത് ഏത് ടൈപ്പ് ഓഫ് ടൂൾ മെറ്റീരിയൽ ഏതാണോ അതായിരിക്കും നമ്മുടെ HS എന്ന് ഉദ്ദേശിക്കുന്നത്. മീൻസ് HSS അല്ലെ, ഹൈ സ്പീഡ് സ്റ്റീലിന്റെ ആണോ മെറ്റീരിയൽ എന്ന് ഉദ്ദേശിക്കുന്നതായിരിക്കും HSS എന്ന് പറയുന്നത്. HSS മീൻസ് ഹൈ സ്പീഡ് സ്റ്റീൽ. H എന്നറിയപ്പെടുന്നത് ഏത് ടൈപ്പ് ഓഫ് ഇതാണ് എന്നുള്ള രീതിയിലായിരിക്കും, അതായത് ടൂൾ ടൈപ്പ്. അപ്പം നമുക്ക് പറയും ടൂൾ ടൈപ്പ് എന്നറിയപ്പെടുന്നത് റൈറ്റ് ഹാൻഡ്, ലെഫ്റ്റ് ഹാൻഡ് എന്നൊക്കെ പറഞ്ഞിട്ട് ആ ഒരു ടൂൾ ടൈപ്പ് ആയിരിക്കും ഈ H വെച്ചിട്ട് റെപ്രസെന്റ് ചെയ്യുന്നത്. N ആണെങ്കിൽ അതിനകത്ത് ഒന്നും റെപ്രസെന്റ് ചെയ്തില്ല, നോട്ട് മെൻഷൻഡ്, ഒന്നും മെൻഷൻ ചെയ്തിട്ടില്ലെങ്കിൽ N എന്നുള്ള രീതിയിലായിരിക്കും പറയുന്നത്. N നോട്ട് മെൻഷൻ. ക്ലിയർ അല്ലേ? ഇത് ക്ലിയർ അല്ലേ? ട്വിസ്റ്റിലിനെ നമ്മൾ എങ്ങനെ റെപ്രസെന്റ് ചെയ്യുന്നത്? ആദ്യം ഡയമീറ്റർ കാണും, പിന്നെ അതുപോലെ തന്നെ നമുക്ക് ടൂളിന്റെ ടൈപ്പ് എങ്ങനത്തെ ടൈപ്പ് ഓഫ് ടൂൾ ആണെന്ന് കാണിക്കും, പിന്നെ അതിനുശേഷം ടൂൾ ഉണ്ടാക്കിയിരിക്കുന്ന മെറ്റീരിയൽ, പിന്നെ IS കോഡ്, ഇത് വെച്ചിട്ടായിരിക്കും ആ ഒരു റെപ്രസെന്റേഷൻ വരുന്നത്. ക്ലിയർ അല്ലേ? ട്വിസ്റ്റിൽ 9.5 mm ഡയമീറ്റർ, ടൂൾ ടൈപ്പ് H ഫോർ റൈറ്റ് ഹാൻഡ് കട്ടിങ്ങിന് വേണ്ടിയിട്ടായിരിക്കും നമുക്ക് H കാണിക്കുന്നത്. അതുപോലെ തന്നെ HSS ആയിരിക്കും നമുക്ക് എന്ത് ചെയ്യുക, HS എന്നുള്ള രീതിയിൽ HNS. വേറെ ഒന്നുമില്ല, ഷാങ്ക് അല്ലെങ്കിൽ ഇതിലോട്ട്, അല്ലെങ്കിൽ അത് സെപ്പറേറ്റ് ആയിട്ട് വരും ചിലപ്പം. എന്താ കാർബൈഡ് കയറി വരുന്നതോ, അല്ലെങ്കിൽ അത് എന്തെങ്കിലും അങ്ങനത്തെ സംഭവങ്ങള് ബ്രേസ് ചെയ്ത് വെച്ചിരിക്കുന്നതോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കയറി വരാം. HSS തന്നെ മോസ്റ്റ് കോമൺലി പറയുന്നത്. നോക്കി, ഇഫ് ടൂൾ ഈസ് നോട്ട് ഇൻഡിക്കേറ്റഡ് ഇൻ ദ ഡെസിഗ്നേറ്റ് ഷുഡ് ബി ടേക്കൺ ആസ് ടൈപ്പ് N ടൂൾ. അതായത് നമുക്ക് ചിലപ്പം ടൂളിന്റെ ടൈപ്പ് എന്ന് പറഞ്ഞ സാധനത്തിൽ H ന് പകരം ഒന്നും തന്നിട്ടില്ലെങ്കിൽ അതിന്റെ അർത്ഥം എന്ന് അറിയപ്പെടണം, അതിന്റെ ടേക്കൺ ചെയ്യിപ്പിക്കേണ്ടത് N എന്നുള്ള രീതിയിൽ വേണം എടുക്കേണ്ടത്. ഓക്കെ. ഗ്രൈൻഡിങ് ഒക്കെ നമുക്ക് അടുത്തതിൽ നോക്കാം. ഓക്കെ, ഇത് മതിയോ? ഇന്നത്തെ മതിയല്ലോ, വേറെ ഒന്നുമില്ലല്ലോ. അപ്പൊ നോക്കി, ഇതിൽ 118 മോസ്റ്റ് കോമൺലി എല്ലാത്തിലും ഉപയോഗിക്കുന്നത്. പക്ഷെ ചില സമയം ബ്രാസ്, കോപ്പർ, സിങ്ക് എന്നുള്ള രീതിയിലൊക്കെ നമ്മൾ എടുക്കുകയാണെങ്കിൽ അത് എപ്പോഴും എന്താ വരുന്നത്, 140 ആയിരിക്കും വരുന്നത് അല്ലെ. നമ്മുടെ നേരത്തെ പറഞ്ഞല്ലോ 118 മോസ്റ്റ് കോമൺലി. പക്ഷെ കുറച്ചുകൂടെ ഹാർഡർ ആയിട്ടുള്ള മെറ്റീരിയൽ ഒക്കെ എടുക്കുന്ന സമയത്ത് ബ്രാസ് ഒക്കെ ഹാർഡർ ആണെന്ന് ചോദിക്കരുത്. അത് എന്താ ഒരു കോപ്പർ സിങ്കിന്റെ 40% അല്ലെങ്കിൽ ആ ഒരു ഇതിന്റെ പെർസെന്റേജുകളൊക്കെ മാറുന്നതനുസരിച്ചിട്ട് കുറച്ച് മെറ്റീരിയലിന്റെ പ്രോപ്പർട്ടിയും കാര്യങ്ങളൊക്കെ വ്യത്യാസം വരും. അപ്പൊ നമ്മൾ ഉപയോഗിക്കുന്നത് 140 തന്നെ എടുക്കണം അല്ലെ. പിന്നെ നോക്കിയേ, കോപ്പർ എടുക്കുന്നുണ്ട്. കോപ്പറും അദ്ദേഹത്തിന്റെ അലോയ്, അലുമിനിയം അലോയ് ഫോമിങ്, പിന്നെ കോളി ചിപ്സ്, സെല്ലുലോഡ്, അതിനൊക്കെ തന്നെ എടുക്കുന്നത് പോയിന്റ് ആംഗിൾ 140 ആണ്. വേണ്ട, അറിയില്ല, ചുമ്മാ കേട്ട് വെക്കാം. പിന്നെ ഓസ്റ്റനേറ്റിക്കിനൊക്കെ എടുക്കുന്ന സമയം 130 ആണ്. നമ്മൾ ചുമ്മാ പറയുന്നേ. ഇപ്പൊ സ്റ്റീല്, കാസ്റ്റ് സ്റ്റീല് അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ 80 മതി. അതായത് അതിനെക്കാട്ടിയും താഴെയൊക്കെ 118-നെക്കാട്ടിയും താഴെ മതി. പിന്നെ നോക്കിയേ, മോൾഡ്ലെസ് സ്റ്റീല് അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ 140 വേണം. സ്റ്റെയിൻലെസ് സ്റ്റീൽ, കോപ്പർ ഡ്രിൽ ഡയമീറ്റർ മോർ ദാൻ 30 mm, അതുപോലെ അലുമിനിയം അലോയ്, ഷോർട്ട് ബ്രോക്കൺ ചിപ്സ് അങ്ങനെയുള്ള ഐറ്റത്തിനൊക്കെ 80 മതി. എന്താ പറയുന്നത്? പോയിന്റ് ആംഗിൾ ആണ്.
ഇപ്പൊ നമ്മൾ പറഞ്ഞത് പോയിന്റ് ആംഗിൾ മോസ്റ്റ് കോമൺലി 118 ഉപയോഗിക്കാം. അതേസമയം ഹാർഡർ ആയിട്ടുള്ള മെറ്റീരിയൽ 118നെക്കാട്ടും കൂടുതൽ ഉപയോഗിക്കണം. അതേസമയം നമുക്ക് കുറച്ച് സോഫ്റ്റർ ആയിട്ടിരിക്കുന്ന മെറ്റീരിയൽ ആണെങ്കിൽ 118നെക്കാട്ടും താഴോട്ട് കൊണ്ടുവരണം. അത് മാത്രം അറിഞ്ഞാൽ മതി. ക്ലിയർ അല്ലേ? അതുപോലെ തന്നെ നമ്മുടെ ഹെലിക്സ് ആംഗിളിന്റെ റേഞ്ചും അതുപോലെ തന്നെ H, N, S എന്നുള്ള രീതിയിലായിരിക്കും. ഹാർഡിന് എപ്പോഴും കൂടുതൽ എന്ന് പഠിച്ചു വെക്കരുത്. ഹാർഡിന് എപ്പോഴും കുറവായിരിക്കും. നോർമലില് ഒരു മിഡ് റേഞ്ച് ആയിരിക്കും. സോഫ്റ്റിന് എപ്പോഴും എന്തായിരിക്കണം? സോഫ്റ്റിന് എപ്പോഴും കുറവാണെന്ന് പഠിച്ചു വെക്കരുത്. സോഫ്റ്റിന്റെ വാല്യൂ എപ്പോഴും കൂടുതലായിരിക്കും. 35, 40. അതുപോലെ തന്നെ മറ്റേത് എത്രയാണ്? 13, 18 അങ്ങനെ അല്ലെ? 13 അല്ലെ? 13, 18 അല്ലെ? 13, 18 അതുപോലെ തന്നെ 13, 10, 13, അതുപോലെ തന്നെ 18, 30, അടുത്ത 35, 40. ഈ ഒരു 3 റേഞ്ചും കൂടെ ഒന്ന് ഓർമ്മിച്ച് വെക്കുക. ഇത്രയും ക്ലിയർ അല്ലേ? കുഴപ്പമില്ലല്ലോ. നമ്മളെല്ലാം പണ്ട് എപ്പോഴൊക്കെ വായിച്ചിട്ടുള്ളതാണ്. പക്ഷെ ഇത് നമുക്ക് ആ ടച്ച് അങ്ങ് പോയി. ഡ്രിൽ ഗ്രൈൻഡിങ് മുതൽ നമ്മൾ അടുത്തതിൽ നോക്കുന്നതായിരിക്കും. ഇത്രയും ക്ലിയർ അല്ലേ? ഇത്രയും ക്ലിയർ അല്ലേ? കുഴപ്പമില്ലല്ലോ. ഇങ്ങനെ പോയാൽ മതിയല്ലോ. ശരിയല്ലോ. നമ്മൾ ഇത്രയും കൂടെ ആയി കഴിഞ്ഞാൽ നമ്മുടെ ഡ്രില്ല് തീർന്നതാണ് കേട്ടോ. ഡ്രില്ലിനകത്ത് ഇനിയിപ്പം വേറെ ഒന്നുമില്ല. നമുക്ക് ആ ഒരു ഡ്രില്ല് ഗ്രൈൻഡിങ്ങും അതുപോലെ തന്നെ ഡ്രില്ലിന്റെ ഫോൾട്ടും അങ്ങനെയുള്ള കാര്യങ്ങളേ ഉള്ളൂ. നാളെ കുറച്ച് നേരത്തെ ഇതാക്കാം. നാളെ എനിക്ക് പോകണ്ട. നാളെ രാവിലെ പോയി ഇതാക്കിയത്. ഡ്യൂട്ടി ക്ലോസ്.